എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് LPST 709/2023 എറണാകുളം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ടാണ്. ശ്രദ്ധിക്കുക, ഈ റൊട്ടേഷൻ ചാർട്ട് ഫൈനലല്ല, നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ടാണ് ഈ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ കാണുന്ന DA ടേണുകൾ അതുപോലെ TPO എന്നിവ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ടേണുകൾ 8 ടേണുകൾ തുടക്കത്തിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തുടക്കത്തിലെ ടേണുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബാക്കിയുള്ള ടേണുകൾ DA ടേണുകൾ റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിനെ ചെറിയ രീതിയിൽ മാറ്റം വരുത്തി നിങ്ങളുടെ റാങ്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 301 അഡ്വൈസുകളാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും പോയിട്ടുള്ളത്. അതിൽ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 256 വരെ, അതായത് മെയിൻ ലിസ്റ്റിൽ 256 വരെ പോയിട്ടുണ്ട്. EBT 257, SC സപ്ലിയിൽ നിന്നും 16, ST 5, മുസ്ലിം 322 വരെ പോയിട്ടുണ്ട്. LC 255, OBC 252, വിശ്വകർമ്മ 287, SIUC നാടാർ 269, ഹിന്ദു നാടാർ 1, സപ്ലി 1, SECC 231, ധീവര 289. അതുപോലെ DA കാറ്റഗറിയിൽ നിന്നുള്ള എല്ലാവരെയും, സപ്ലിയിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ നിന്നും മറ്റെല്ലാവരെയും അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിൽ അവസാനമായി അഡ്വൈസ് പോയത് 27/6/2025 അഡ്വൈസ് നോക്കുകയാണെങ്കിൽ അന്ന് 17 അഡ്വൈസുകളാണ് അന്ന് പോയത്. ട്രിബ്യൂണലിന്റെ ഓർഡർ പ്രകാരമുള്ള അഡ്വൈസാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. ഇത് പരിശോധിക്കുകയാണെങ്കിൽ അവസാനത്തെ റൊട്ടേഷൻ പോയിരിക്കുന്നത് 51 OC ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് 52 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. പുതിയ റൊട്ടേഷൻ 52 മുതലുള്ള റൊട്ടേഷനാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ NJD ഒന്നും പെൻഡിങ് ഇല്ല. അതുപോലെ NCA 29 ടേണുകൾ പെൻഡിങ് ഉണ്ട്. ഇത് ഏത് രീതിയിലാണ് പുതിയ റാങ്ക് ലിസ്റ്റ് ബാധിക്കുക എന്നുള്ളത് അറിയില്ല. 29 എണ്ണവും പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ TPO 7 TPOകളുണ്ട്. അതുപോലെ DA ഒരു 8 എണ്ണം അതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇത്രയും മാറ്റങ്ങൾ ഇതിൽ ചെറിയ രീതിയിൽ, ഇത്രയും ആൾക്കാർക്ക് ചെറിയ രീതിയിലെ മാറ്റങ്ങൾ അവരുടെ റൊട്ടേഷനിൽ സംഭവിക്കാവുന്നതാണ്. കാരണം ആദ്യം TPO പോയതിന് ശേഷം മാത്രമേ പുതിയ റിസർവേഷൻസ് പോവുകയുള്ളൂ. നമ്മുടെ ഈ റൊട്ടേഷൻ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 8 DA പെൻഡിങ് ടേണുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ DA ടേണുകൾ ആദ്യം തന്നെ അഡ്വൈസ് പോകുന്നതാണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മൊത്തത്തിൽ 5 DA സപ്ലി ആണ് ഉള്ളത്. അതുകൊണ്ട് മാക്സിമം 5 പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ 5 എണ്ണം DA ടേണുകൾ കാണിച്ചിരിക്കുന്നത്. 6 മുതലാണ് മറ്റു ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്നും എടുക്കുന്നത്. നമ്മൾ ഈ രീതിയിൽ മറ്റൊരു റൊട്ടേഷൻ ചാർട്ടിലും ഈ രീതിയിൽ DA ടേണുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവിടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് DA ടേണുകൾ 8 എണ്ണം പെൻഡിങ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ 8 എണ്ണം ഉണ്ടെങ്കിൽ 8 എണ്ണവും ആദ്യം തന്നെ കൊടുത്തിട്ട് മാത്രമേ മറ്റുള്ള ടേണുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ഈ റൊട്ടേഷനിലേക്ക് വരാം. റൊട്ടേഷനിൽ ആദ്യത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നതാണ് റാങ്ക്. രണ്ടാമത്തെ കോളത്തിൽ ഏത് റൊട്ടേഷൻ പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കോളത്തിലാണ് ഇത് മെയിൻ ലിസ്റ്റിൽ നിന്നാണോ സപ്ലി ലിസ്റ്റിൽ നിന്നാണോ ഈ റൊട്ടേഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഈ 4ാമത്തെ കോളത്തിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള റാങ്ക്. ഉദാഹരണത്തിന് 6ാമത്തെ ടേൺ പോകുന്നത് SCക്കാണ്. SCയുടെ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് 31 ആണ്. ആദ്യത്തെ SCക്കാരൻ വരുന്നത് 31ലാണ്. അതുപോലെ 7ാമത്തേതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നത്. ഓപ്പൺ കാറ്റഗറിയിലെ 1ാമത്തെ റാങ്കുകാരന് ഏകദേശം 7ാമതായിട്ട് അഡ്വൈസ് പോകും. ഇതിൽ നമ്മൾ TPO ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് TPO വരുന്ന കാറ്റഗറിയിൽ ചെറിയ മാറ്റങ്ങൾ ഈ റൊട്ടേഷനിൽ വരാം. ഏകദേശം ഒരു 90% നമുക്ക് ഈ റൊട്ടേഷനുകൾ കറക്റ്റാണ് എന്ന് പറയാം. 10% ഒരു വേരിയേഷൻ എങ്ങനെയായാലും ഉണ്ടാകും. കാരണം റൊട്ടേഷനുകൾ
എത്രത്തോളം ഒഴിവ് ഓരോ അഡ്വൈസിലും വരുന്നു അതിനനുസരിച്ചാണ് ഈ TPOകളൊക്കെ വരുന്നത്. സപ്ലി എന്ന് വരുന്നത് നമ്മളിങ്ങനെ റെഡ് കളറായിട്ട് കാണിച്ചിട്ടുണ്ട്. മെയിൻ ആണെങ്കിൽ ഇങ്ങനെ മെയിൻ ലിസ്റ്റിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് റൊട്ടേഷനുകൾ ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ റൊട്ടേഷനുകൾ തയ്യാറാക്കിയപ്പോൾ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റൊട്ടേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എത്രത്തോളം ഒഴിവുകൾ വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിലെ എല്ലാവരെയും ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയി പോവുക. അപ്പോൾ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റൊട്ടേഷൻ ചാർട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എറണാകുളം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു ഏകദേശ റൊട്ടേഷൻ ഏത് രീതിയിൽ വരും, എവിടെ എത്രാമത്തേതായിട്ട് വരും എന്നുള്ളത് ഇത് വെച്ച് കണക്കാക്കാവുന്നതാണ്. കുറേ ദിവസമായി ആൾക്കാർ എറണാകുളം റൊട്ടേഷൻ ചാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ച് കമൻറ്റുകൾ എഴുതി അറിയിക്കാറുണ്ടായിരുന്നു. നമുക്ക് സമയം കിട്ടാത്തത് മൂലമാണ് ഇത് ചെയ്യുന്നതിന് വേണ്ടി കുറേയധികം സമയം മെനക്കെടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിലേ ആവുന്നത്. അപ്പോൾ റൊട്ടേഷൻ ചാർട്ടിലെ മെയിൻ ലിസ്റ്റിലെ എല്ലാവരെയും കഴിയുമ്പോൾ ഏകദേശം 325 റാങ്ക് വരുന്നത്. അതായത് ഏകദേശം 325 ഒഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ നിന്നുള്ള എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.